നിയമനക്രമക്കേടിൽ വീണ്ടും മാധ്യമങ്ങളെ പഴിച്ചു പി.എസ്.സി. കോടതി തീർപ്പാക്കിയ പരാതികൾ വീണ്ടും ആക്ഷേപമായി അവതരിപ്പിക്കുന്നുവെന്ന് പി.എസ്.സിയുടെ വാർത്താക്കുറിപ്പ്. അന്വേഷണവുമായി പി.എസ്.സി സഹകരിക്കുന്നുവെന്നും എല്ലാ നിയമനങ്ങളും സുതാര്യമെന്നുമാണ് വിശദീകരണം. വിവരങ്ങൾ ജ്യോതിഷ് ജനാർദ്ദൻ നൽകും തിരുവനന്തപുരത്ത് നിന്നും. ജ്യോതിഷ്, ഇപ്പോൾ നിയമനക്രമക്കേടിൽ വീണ്ടും മാധ്യമങ്ങളെ പഴിക്കുന്ന ഒരു സമീപനമാണ് പി.എസ്.സി സ്വീകരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ അന്വേഷണവുമായി സഹകരിക്കാത്ത ഒരു ഘട്ടമുണ്ടായിരുന്നു. പിന്നീടാണ് അന്വേഷണവുമായി സഹകരിക്കാനുള്ളൊരു തീരുമാനം, ഒരു സമീപനം പി.എസ്.സി സ്വീകരിക്കുന്നത്. ഇപ്പോഴിതാ വീണ്ടും ഒരു മാധ്യമങ്ങളെ പഴിചേർന്ന സമീപനമാണ് പി.എസ്.സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്താണ് സംഭവിക്കുന്നത്? വിശദാംശങ്ങൾ. അമൽ, പി.എസ്.സി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ന്യായീകരണമായിട്ടാണ് ഇപ്പോൾ പി.എസ്.സി രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം പി.എസ്.സി സുതാര്യമാണ്, ഒരു തെറ്റുകളും ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നാണ് ഇപ്പോൾ പി.എസ്.സി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ പി.എസ്.സിയുടെ ആഭ്യന്തര വിജിലൻസ് SP തന്നെ ഈ കേസ് അന്വേഷിച്ച് പല കേസുകളും അന്വേഷിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പി.എസ്.സിയുടെ ഭാഗത്തു നിന്ന് ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുള്ളതാണ്. അതിൻ്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിനെ പോലും വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിശദീകരണം വന്നിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായും പറയുന്നത്, ആസൂത്രണ ബോർഡിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പി.എസ്.സി സഹകരിക്കുന്നുണ്ട്, ക്രൈംബ്രാഞ്ചുമായിട്ട് സഹകരിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ സംവിധാനങ്ങളെല്ലാം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്, എല്ലാവിധ അന്വേഷണവുമായും ഇപ്പോൾ പി.എസ്.സി സഹകരിക്കുവാണെന്നുണ്ടെന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ മറ്റൊന്ന് പറയുന്നത്, കോടതി തീർപ്പാക്കിയ കേസുകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് പുതിയൊരു ആക്ഷേപമായിട്ട് കൊണ്ടുവരുന്നതെന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കാരണം ഇതിനു മുമ്പ് തന്നെ തീർപ്പാക്കിയ കാര്യങ്ങളാണ്, അതാണ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ ഇതെല്ലാം തെറ്റായൊരു കാര്യമാണ്. ഇപ്പോൾ പി.എസ്.സിയുടെ 15 തസ്തികയ്ക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതിനെയാണ് ഓരോരോ വിശദീകരണമായിട്ട് പറയുന്നത്. എന്നാൽ അതെല്ലാം തെറ്റായ ഒരു വിശദീകരണമാണ്. ഇപ്പോൾ DYSP നിയമനവുമായി ബന്ധപ്പെട്ടും ഇതിൽ പ്രധാനമായി പറയുന്നത്, അതിൽ DYSP നിയമനത്തിൽ ഒരു സാമുദായിക സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഹാജരാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെതിരെയും ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ആ പരാതികൾ റവന്യൂ വകുപ്പിന് കൈമാറിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മാത്രമല്ല, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടും പ്രസന്റ് സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയമായി കണക്കാക്കിയിരുന്നു. അത് PRD അംഗീകരിച്ചതുകൊണ്ടാണ് തങ്ങൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയമായി കണക്കാക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പി.എസ്.സി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നിരവധി 15 തസ്തികയ്ക്കെതിരെയാണ് ഉള്ള ആക്ഷേപങ്ങൾക്കാണ് ഇപ്പോൾ വിശദീകരണമായി പി.എസ്.സി രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഇത് തെറ്റാണെന്നുള്ളത് നമുക്ക് വ്യക്തമായൊരു കാര്യമാണ്. കാരണം ഈ പി.എസ്.സിയുടെ തന്നെ ആഭ്യന്തര വിജിലൻസ് SP ആണ് ഈ കേസുകളെല്ലാം അന്വേഷിച്ചാണ്. ഇതിൽ പി.എസ്.സിയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ളതാണ്. എന്നിട്ടും ന്യായീകരണമായിട്ടാണ് പി.എസ്.സി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ആസൂത്രണ ബോർഡിൻ്റെ ക്രമക്കേടിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ആസൂത്രണ ബോർഡിൽ നിയമിക്കാൻ വേണ്ടി 10 ചോദ്യങ്ങളാണ് പി.എസ്.സി മറ്റുള്ള ഉദ്യോഗാർത്ഥികളുടെ പരിഗണിക്കാതിരുന്നത്. കാരണം ഈ 1ാം റാങ്കുകാരനായ CPM-കാരൻ എന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ 10 ചോദ്യങ്ങളും ഒഴിവാക്കിയത്. അതുകൊണ്ട് 58 മാർക്കാണ് മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടമായിരിക്കുന്നത്. കാരണം ഈ 1ാം റാങ്കുകാരൻ ഈ 10 ചോദ്യം എഴുതിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പി.എസ്.സി ആ 10 ചോദ്യം പരിഗണിക്കാതെ ഇരുന്നത്. അതിൽ ആസൂത്രണ ബോർഡിലും അഭിമുഖത്തിലും പി.എസ്.സി ചെയർമാൻ ഉൾപ്പെടെയായിരുന്നു അഭിമുഖം നടത്തിയത്. അതിലും ഈ നിലവിൽ 1ാം റാങ്കുകാരനായ ആൾക്ക് തന്നെയാണ് ഏറ്റവും ഉയർന്ന മാർക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ക്രമക്കേടുകളാണ് പി.എസ്.സിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്. എന്നിട്ടും ന്യായീകരണമായിട്ടാണ് ഇപ്പോൾ പി.എസ്.സി രംഗത്തെത്തിയിരിക്കുന്നത്. അമൽ, വ്യക്തമാണ്. നിയമന ക്രമക്കേടിൽ വീണ്ടും മാധ്യമങ്ങളെ പഴിചാരുകയാണ് പി.എസ്.സി. കോടതി തീർപ്പാക്കിയ പരാതികൾ വീണ്ടും ആക്ഷേപമായി അവതരിപ്പിക്കുന്നുവെന്നാണ് പി.എസ്.സിയുടെ വാർത്താക്കുറിപ്പ്. തിരുവനന്തപുരത്ത് നിന്നും ജ്യോതിഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.